ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. എന്നോട് പേഴ്സണലായിട്ടും കമന്റ് ബോക്സിലും ഒരുപാട് പേര് കാർ ഡ്രൈവിംഗ് സംബന്ധിച്ച് ചോദിക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു വലിയൊരു സംശയമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതായത് അത്യാവശ്യം ചെറിയ കയറ്റങ്ങളിലൊക്കെ ഞാൻ വാഹനം നിർത്തിയെടുക്കും, എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, റോഡിൽ ഞാൻ അത്യാവശ്യം ഓടിച്ചും പോകും. എന്നാൽ നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്തിലേക്ക് എൻ്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എടുക്കാൻ കഴിയുന്നില്ല. ചെറിയ കയറ്റങ്ങളിൽ കറക്റ്റായിട്ട് എടുക്കും, പക്ഷേ കുത്തനെയുള്ള ഒരു കയറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ കഴിയുന്നില്ല. വാഹനത്തിനുള്ളിൽ വൈബ്രേഷൻ വന്ന് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വണ്ടി പെട്ടെന്ന് നിന്നു പോകും. ചിലപ്പോൾ വണ്ടി നല്ല രീതിയിൽ ബാക്കിലേക്ക് പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ഈ ഒരു പ്രോബ്ലം ഒരുപാട് പേർക്ക് വാഹനം ഓടിക്കുന്നവർക്കുണ്ട്. ചെറിയ കയറ്റങ്ങളിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എടുക്കും, എന്നാൽ വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇത് ഡ്രൈവിങ്ങിലെ വലിയൊരു പ്രോബ്ലം തന്നെയാണ്. കാരണം നമുക്ക് ഡ്രൈവിങ്ങിൽ വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിൽ ഒരു വാഹനം എടുക്കാനായിട്ട് അറിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിങ്ങിൽ ലഭിക്കുന്ന കോൺഫിഡൻസിൻ്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും. നമുക്ക് ഏത് റോഡിലൂടെയും വാഹനം ഓടിച്ചു പോകാനായിട്ടുള്ള ഒരു ധൈര്യം ലഭിക്കും. കാരണം ഒരു കയറ്റത്ത് വാഹനം എടുക്കാനായിട്ട് ഞാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കയറ്റത്ത് തന്നെ വണ്ടി വന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എടുക്കാനായിട്ട് കഴിയും. ഈ ഒരു ആത്മവിശ്വാസം ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്ത് നമുക്ക് എങ്ങനെ ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് എടുക്കാം, അതിന് ഞാൻ കുറച്ച് ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചെയ്തു നോക്കുക, ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ലൈസൻസ് ഉള്ളവർക്കാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പ്രാക്ടീസ് എടുക്കാനായിട്ട് കഴിയും. ഇവിടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു കാരണവശാലും കയറ്റത്ത് വാഹനം വലിയ കയറ്റങ്ങളിൽ ഓഫ് ആകാതെ എടുക്കണം. അതിനുള്ള ട്രിക്കാണ് നിങ്ങളെ ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ക്ലച്ചും ആക്സിലറേഷനും, അതായത് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ചെറിയ കയറ്റങ്ങളിൽ ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യുന്നതും ഒപ്പം ബ്രേക്കും യൂസ് ചെയ്യുന്നതും, വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിൽ ക്ലച്ചും ആക്സിലറേഷനും ബ്രേക്കും യൂസ് ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സിൽ വരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് കിടക്കുന്നത്. ഇനി ഞാൻ ചെറിയ കയറ്റങ്ങളിലും വലിയ കുത്തനെയുള്ള കയറ്റത്തുമാണ് എടുത്ത് കാണിക്കുന്നത്. 3 രീതി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലേക്ക് കാല് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇടുക, ഗിയർ തെറ്റാനായിട്ട് പാടില്ല. ഇവിടെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ മെത്തേഡുകൾ കൃത്യമായിട്ട് ചെയ്യുക. അത് നിരപ്പാണെങ്കിലും കയറ്റത്താണെങ്കിലും ഇറക്കത്താണെങ്കിലും എവിടെയാണെങ്കിലും ഈ മെത്തേഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിൽ നിന്ന് ധൈര്യമായിട്ട് കാലെടുക്കാമല്ലോ. കാരണം വണ്ടി ഒരു സൈഡിലേക്കും റോൾ ആകില്ല. എന്നിട്ട് നമുക്ക് ആക്സിലറേഷൻ പെഡലിലേക്ക് നമ്മളുടെ കാലെടുത്ത് വെക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ എപ്പോൾ വാഹനം എവിടെ എടുത്താലും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തോണ്ടേ വണ്ടി എടുക്കാവുള്ളൂ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. മനസ്സിലായോ? അതായത് പല ആൾക്കാർ ഈ ആക്സിലറേഷൻ്റെ ഒരു സഹായം വാഹനം എടുക്കുന്ന സമയത്ത് തേടില്ല. കാരണം ക്ലച്ചേ വണ്ടി നീങ്ങുന്നത് എല്ലാവർക്കും അറിയാം. ഒരു നിരപ്പ് റോഡിൽ ഇത് നിരന്തരം ചെയ്തിട്ട് എന്ത് ചെയ്യും, എപ്പോൾ വണ്ടി എടുത്താലും ക്ലച്ചേ മാത്രം വണ്ടി എടുക്കുക. അങ്ങനെ ചെയ്യരുത്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നിങ്ങൾ വരണം. അതായത് ക്ലച്ചിൽ നിന്ന് കാല്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് കാല് അയച്ച് വണ്ടിക്കുള്ളിൽ നീങ്ങാൻ തുടങ്ങുന്ന വൈബ്രേഷൻ ലെവൽ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അവിടെ മനസ്സിലാക്കിയിട്ട് ഇടത്തെ കാല് നമ്മൾ അവിടെ ക്ലച്ചിൽ അങ്ങനെ വെച്ചേക്കുന്നു. ഓക്കെ, നിരപ്പായിട്ടുള്ള റോഡിലായതുകൊണ്ട് ഒരുപാട് ആക്സിലറേഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തൊട്ടൊരു ആക്സിലറേഷൻ കൊടുക്കണം. അതായത് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ആക്സിലറേഷൻ ഒന്ന് തൊട്ട് കൊടുക്കുക. തൊട്ട് കൊടുത്തിട്ട് ക്ലച്ചേ നയിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആക്സിലറേഷൻ കുറയ്ക്കാൻ പാടില്ല. വണ്ടി ഒരു ഇത്തിരി മൂവ് ആയതിനു ശേഷം മാത്രമേ ആക്സിലറേഷൻ കുറയ്ക്കാൻ പാടുള്ളൂ. ആക്സിലറേഷൻ ഇത്തിരി മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ക്ലച്ചേ നയിച്ച് വണ്ടി നീങ്ങി. ഇപ്പോഴും ആക്സിലറേഷൻ കുറയ്ക്കരുത്. പല ആൾക്കാരും എന്ത് ചെയ്യും, ഈ ടൈമിൽ വരുമ്പോഴത്തേന് പതിയെ ആക്സിലറേഷൻ അങ്ങ് കുറയ്ക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാഹനം അവിടെ നിന്ന് പോകും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്ത് ഇത്തിരി മൂവ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പിന്നെ നിങ്ങൾ ആക്സിലറേഷൻ അയച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ചെറിയ കയറ്റങ്ങളിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. നമ്മുടെ കാലിലെ മൂവ്മെൻറ്റ്സും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതും ക്ലച്ച് അയക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്തിലേക്ക് സൈഡ് ഒതുക്കി നിർത്താണ്. നിങ്ങൾ നോക്കുക, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വന്ന് എൻ്റെ വണ്ടി ഇവിടെ നിർത്തി. നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഞാൻ സൈഡ് ഒതുക്കി വണ്ടി നിർത്തിയേക്കാണ്. ഇനി ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ബ്രേക്ക് എന്ന് എടുക്കാനായിട്ട് കഴിയുമോ? ഒരു കാരണവശാലും കഴിയില്ല. ഇവിടെ ബ്രേക്ക് എന്ന കാലെടുത്താൽ വണ്ടി ബാക്കിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് എന്ന് കാലെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്,
പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് ആകാൻ പാടില്ലാത്ത തരത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയച്ച് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമ്മളിത് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാരും ആക്സിലറേഷൻ കൊടുക്കത്തേയില്ല. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ആക്സിലറേഷൻ പെഡലിലേക്ക് കാല് വെക്കും, നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്ന അളവും കുറവായിരിക്കും. ഇപ്പം നമ്മൾ ആ നിരപ്പ് റോഡിൽ എടുത്ത അളവിലാണ് ഈ ചെറിയ കയറ്റത്ത് ആക്സിലറേഷൻ കൊടുക്കേണ്ടത്. കയറ്റത്താണ് വണ്ടി നിൽക്കുന്നത്, ഇവിടെ കയറാനായിട്ടുള്ള പവർ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ട് ആക്സിലറേഷൻ ഇത്തിരി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. മനസ്സിലായോ? ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ചേന്ന് അയക്കണം. അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി നീങ്ങിയാൽ ഉടൻ തന്നെ ക്ലച്ചേന്ന് മൊത്തത്തിൽ കാലെടുത്ത് മാറ്റാൻ പാടില്ല, ആക്സിലറേഷൻ കുറയ്ക്കാനും പാടില്ല. നിങ്ങളിൽ പല ആൾക്കാർക്കും വണ്ടി ഓഫ് ആകുന്നതിൻ്റെ റീസൺ അതാണ്. ഒന്ന്, ആക്സിലറേഷൻ വണ്ടി ഇത്തിരി നീങ്ങി തോന്നുമ്പോൾ കുറയ്ക്കും. രണ്ട്, വണ്ടിയുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി നീങ്ങി തുടങ്ങിയാൽ വീണ്ടും ഫുൾ ക്ലച്ചേന്ന് പൂർണ്ണമായിട്ട് കാലയച്ച് മാറ്റും. ഇത് രണ്ടും ചെയ്യരുത്. ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആക്സിലറേഷൻ, അടുത്ത സ്റ്റെപ്പ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ബ്രേക്ക് വന്ന് നിന്നാൽ ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുക, എന്നിട്ട് ക്ലച്ചേന്ന് അയക്കുക. ആക്സിലറേഷൻ കൊടുക്കുക, ക്ലച്ചേന്ന് അയച്ച് വണ്ടി നന്നായിട്ട് നീങ്ങും. ഇപ്പം ഞാൻ നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നന്നായിട്ട് നീങ്ങി, കണ്ടോ? അപ്പോൾ ക്ലച്ച് അയച്ച് വണ്ടി നന്നായിട്ട് നീങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ക്ലച്ച് പെടലിൽ നിന്ന് കാലെടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത്യാവശ്യം ചെറിയ കയറ്റങ്ങളിൽ ഒരു വാഹനം വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങളുടെ വണ്ടി നല്ല കുത്തനെയുള്ളൊരു കയറ്റത്താണ് കിടക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് അത്യാവശ്യം ഇടുങ്ങിയ സ്പേസും നല്ല ഒരു കയറ്റത്തുമാണ്. അതായത് ചെറിയൊരു ഇടുങ്ങിയ റോഡിലേക്ക് കയറ്റം കയറുകയാണ്. ഈ കയറ്റത്ത് വാഹനം നിർത്തിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനിവിടെ അത് നിങ്ങളെ കാണിക്കാം. നല്ല കുത്തനെയുള്ളൊരു കയറ്റം തന്നെയാണ്, ഇടുങ്ങിയ റോഡാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാനിത് ഇങ്ങോട്ട് എൻ്റെ വണ്ടി കയറുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ, ഒറ്റ വണ്ടിക്ക് പോകാനായിട്ടുള്ള സ്പേസേ ഉള്ളൂ. ഞാനിത് ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ഇവിടെ ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ വാഹനം നിർത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അത്യാവശ്യം കയറ്റത്തിൻ്റെ നടുവിൽ എൻ്റെ വണ്ടി നിർത്തി. ഓക്കെ, ഇടുങ്ങിയ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ചെറിയ കയറ്റങ്ങളിൽ എടുത്ത ആക്സിലറേഷൻ പോരാ ഇവിടെ എടുക്കാൻ. ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ആക്സിലറേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകാൻ പാടില്ല, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നന്നായിട്ട് കയറിയും പോകണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ആക്സിലറേഷൻ കൊടുത്തോ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. കയറ്റത്ത് വണ്ടി ഭയങ്കര സ്പീഡിലൊന്നും പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആക്സിലറേഷൻ കൊടുക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറും കൊടുക്കണം, സ്റ്റിയറിംഗ് നേരെയാക്കി വെക്കുക. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്കിൽ നിന്ന് ഇത്തിരി പോലും കാലയക്കാൻ പാടില്ല. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന് പോയിന്റ് ഇതുപോലെ ബാലൻസ് ചെയ്ത് പിടിക്കുക. കണ്ടോ? ഇപ്പോൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ എൻ്റെ വണ്ടി നിൽക്കുകയാണ്, കറക്റ്റായിട്ട് വൈബ്രേഷൻ ലെവലിൽ നിൽക്കുകയാണ്. ഇനി ഞാൻ ആക്സിലറേഷൻ കൊടുത്താൽ ഉടൻ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്നത് വേഗത്തിലല്ലായിരിക്കും, പതുക്കെ ആയിരിക്കും. ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. പല ആൾക്കാരും ചെയ്യുന്ന ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് കാലെടുക്കും. ചെയ്യരുത്, പതിയെ റിലീസ് ചെയ്യണം. അതായത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കൃത്യമായിട്ട് എൻ്റെ ഇടത്തെ കാല് വന്നു. ഇനി ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കും. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ കാലയക്കും. നിങ്ങൾ നോക്കുക, കാലയക്കുന്നത് പതിയായിരിക്കും. ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയച്ചപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി നീങ്ങി. അപ്പം ഇവിടെ ഞാൻ ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് കാലയച്ചിട്ടുണ്ടോ? ഇല്ല. ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ചു. വണ്ടി അത്യാവശ്യം നന്നായിട്ട് നീങ്ങി കയറ്റത്ത് എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഒരു ടെക്നിക്കുണ്ട്. ഈ ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വാഹനം ഇതുപോലെയുള്ള കയറ്റങ്ങളിലൊക്കെ എടുക്കും. ഇപ്പം നിരപ്പ് റോഡിൽ വന്നു, നമ്മൾ ക്ലച്ചിലും ആക്സിലറേഷനിലും ബാലൻസ് ചെയ്ത് ബ്രേക്ക് ഇല്ലാതെ വണ്ടി നിർത്തണം. ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ചെറിയ നിരപ്പായിട്ടുള്ള റോഡിൽ ഇത് മനസ്സിലാക്കണം. അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചെറിയൊരു നിരപ്പായിട്ടുള്ള റോഡിൽ നിൽക്കുകയാണ്. എൻ്റെ ഇടത്തേക്കാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റിയപ്പോൾ പോലും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നപ്പോഴും എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങാതെ അല്ലെങ്കിൽ പുറകോട്ട് പോകാതെ നിൽക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ ബാലൻസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയേ, പ്രോപ്പർ പോയിന്റ് ആണെങ്കിൽ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്താലും നമ്മുടെ വണ്ടി മുന്നോട്ടൊന്നും നീങ്ങത്തില്ല, ബാക്കിലേക്കും പോകത്തില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വാഹനം നീങ്ങത്തുള്ളൂ. വീണ്ടും നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ഞാനത് നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് നല്ല ഇടുങ്ങിയ റോഡിലാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് വീണ്ടും വണ്ടി നിർത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു. നിങ്ങൾ നോക്കുക, കറക്റ്റായിട്ട് പോയിന്റ് വന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വണ്ടി എങ്ങോട്ടും പോകുന്നില്ല. കണ്ടോ? കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്താൽ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി എങ്ങോട്ടും പോകുന്നില്ല, അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കണം. അതായത് കൊടുത്തോണ്ട് അയക്കണം. അപ്പം നമ്മുടെ വണ്ടി
ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിലെ പ്രാക്ടീസിലൂടെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ചെറിയ കയറ്റങ്ങൾ, അതിനുശേഷം വലിയ കയറ്റത്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.